ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് 9:05 ഇറങ്ങിയേക്കണത്. ഞാൻ 8:30 മണിക്ക് ഇറങ്ങിയതാണ്. വണ്ടിയൊക്കെ ഒന്ന് ക്ലീനാക്കി. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല ഗൈസ്. ഊബർ ഞാൻ ഓണാക്കിയിടുന്നില്ല. യെസ്, ഒരു വ്യാഴാഴ്ച കേട്ടോ ഞാൻ വണ്ടിയായിട്ട് ഇറങ്ങിയേക്കണത്. ഇത്ര നേരം ഓടാൻ പറ്റും. ഊബർ ഇപ്പോൾ ട്രിപ്പ് തരുന്നില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അയ്യോ, എന്തായാലും ഓട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വള്ളിയാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വരണടുത്ത് വെച്ച് കാണാം ഫ്രണ്ട്സ്. അങ്ങനെ ഒരു ട്രിപ്പ് നമുക്ക് അടിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് റോഡിൽ നിന്നാണ് ഒരു ട്രിപ്പ് വന്നേക്കണത്. 4 മീറ്റർ അപ്പുറത്ത് നിന്നാണേ. 15 മിനിറ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ട്. സോ ഇപ്പോഴാണ് ട്രിപ്പ് അടിച്ചത്. ഞാൻ ഇത്ര നേരം വണ്ടി ഓണാക്കി തന്നെ ഇട്ടേക്കണായിരുന്നു. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങുകയാണ് ഗൈസ്. 9:19 തുടങ്ങുകയാണ്. വണ്ടിക്ക് എയർ ഇത്തിരി കുറവാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇവിടെ എത്തിയിട്ടാ ഗസ്റ്റ് ഇരിക്കുന്ന സ്ഥലത്ത് എത്തി. ഞാൻ പോയി പിക്ക് ചെയ്തിട്ട് ബാക്കി കാണാം ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് കൈനീട്ടം കഴിഞ്ഞിരിക്കുന്നു. 290 റുപ്പീസാണ് എനിക്ക് കിട്ടിയേക്കണത്. അതിൽ 210 രൂപ എനിക്ക് തന്നിട്ട് ബാക്കി ഊബർ എടുത്തിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മറൈൻ ഡ്രൈവ് പെൻഡാമെനക ആ സൈഡാണ്ടാ, പള്ളിയുടെ വാതിക്കൽ. ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പാർക്ക് ചെയ്ത് മാറ്റിയിടാൻ ഒരു സ്ഥലമില്ലാത്തത് കൊണ്ട് കുറച്ചങ്ങോട്ട് ഓടിച്ച് ഏതെങ്കിലും മൂലക്കൊക്കെ കയറ്റിയിടേണ്ടി വരും. ഈ വഴിയിൽ കയറ്റിയിടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ചെറിയ റോഡാണ്. കണ്ടോ എപ്പോൾ വേണമെങ്കിലും വണ്ടി എടുത്ത് മാറ്റേണ്ടി വരും. പിന്നെയും നമ്മൾ നേരെ പോകേണ്ടി വരും. അവിടെ കോളേജും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ സമയത്ത് നല്ല തിരക്കാണ്. പിന്നെ അടുത്ത ലെഫ്റ്റിൽ കയറ്റിയിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ട് ഇടാം. പക്ഷേ ട്രാഫിക് പോലീസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി എടുത്ത് മാറ്റാൻ പറയും. ചിലപ്പോൾ അവർ ഫോട്ടോ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അങ്ങനെ നമ്മളുടെ 500 റുപ്പീസിൻ്റെ അടുത്ത് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ നമുക്കിനി അടുത്ത ട്രിപ്പ് വരട്ടെ, എന്നിട്ട് ബാക്കി നോക്കാം. ഞാൻ ഈ വഴിയിൽ എവിടെയെങ്കിലും മാറ്റി ഇടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇത് 1 വേ ആണ്. അവിടെ ഒരു കാറ് കിടക്കുന്ന സ്പോട്ട് കണ്ട. ആ കാറ് കിടക്കുന്ന സ്പോട്ടിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഒതുക്കിയിടാം. ഞാൻ അവിടെയാണ് ഇവിടെയൊക്കെ ഒരു ട്രിപ്പ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടുപോയി ഒതുക്കിയിടണത്. ഇവിടെ ചെറിയൊരു ഗ്യാപ്പുള്ളൂ. ഈ ഗ്യാപ്പിൽ ഇട്ടേക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. പിന്നെ അടുത്ത ട്രിപ്പ് വന്നിട്ട് നമുക്ക് നോക്കാം. എന്തായാലും ഈ കാറിൻ്റെ പുറകിൽ ഇങ്ങനെ ഒതുക്കി ഇട്ടേക്കാം. പിന്നെ ഈ കസ്റ്റമറെ പറ്റി ഞാൻ പറഞ്ഞില്ല. ഈ കസ്റ്റമർ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു. സോ നല്ലൊരു മേഡമായിരുന്നു കേട്ടോ. പുള്ളിക്കകത്തിന് ഞാൻ പിക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ മാഡം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എന്നെ നോക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. പക്ഷേ എന്നെ കൈപൊക്കി കാണിക്കുക ഒന്നും ചെയ്തില്ല. ഒരു ചിരി തന്നു. പക്ഷെ ഞാൻ ആ ചിരിയിൽ ഞാൻ വിചാരിച്ചു ആ മേഡം തന്നെ ആയിരിക്കുമോ. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ആ മേഡത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ മേഡം എൻ്റെ അടുത്ത് മേഡം ഇന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇടങ്ങനിട്ട് നോക്കണ്ട്. അപ്പോൾ ഞാൻ ദൈവം, ഈ മേഡം ഇല്ലേ അപ്പോൾ ബുക്ക് ചെയ്തേക്കണ ഒരാളാണെങ്കിൽ നമ്മുടെ വണ്ടിയിലേക്ക് ഓടി വരുമല്ലോ. ഈ മേഡം ഇല്ലേ ബുക്ക് ചെയ്തേക്കണമെന്ന് വിചാരിച്ച് ഇങ്ങനെ പിന്നെ ഞാനൊരു മിനിറ്റോളം ഞാൻ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിട്ടാണ്. പക്ഷെ ഞാൻ പോസ്റ്റ് അടിക്കും തോറും ഞാൻ ഈ മിററിലോട്ടൊക്കെ ആ മേഡത്തിനെ തന്നെ ഞാൻ നോക്കുകയാണ്. കാരണം ആ ഏരിയയിൽ വേറെ ആരും ഇല്ല. പിന്നെ ആ മേഡം എന്താണ് എൻ്റെ അടുത്തേക്ക് വരാത്തത്, എന്ത് പറ്റി എന്നുള്ള രീതിയിൽ നിൽക്കണമായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്ത് IR എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചപ്പോൾ ആ മേഡം ഓടി വണ്ടിയിൽ വന്നിട്ട് ഞാനിപ്പോൾ വളച്ച് വരുമെന്ന് വിചാരിച്ചിരിക്കണേന്ന്. താൻ ആൾ കൊള്ളുമല്ല, താൻ അവിടെ തന്നെ നിൽക്കണമെന്ന്. ഞാൻ പറഞ്ഞു കസ്റ്റമറാ നമ്മ ഹായ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ചിലപ്പോൾ ആൾ മാറിപ്പോയി കഴിഞ്ഞാൽ തല്ല് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ മേഡം കസ്റ്റമർക്ക് അറിയാമല്ലോ വണ്ടി നമ്പർ ഇതാണെന്ന്. അപ്പോൾ അടുത്തേക്കൊന്ന് വരുമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി വളക്കാൻ പറഞ്ഞാൽ ഞാൻ വണ്ടി വളക്കും. ഇത് നമ്മ വെറുതെ പോണ ഒരു പെണ്ണിനെ ഹായ് എന്നൊക്കെ പറഞ്ഞ് പൊക്കി കാണിച്ചു കഴിഞ്ഞാൽ സീനല്ലേ, സീൻ മാറൂലേ. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞു. അപ്പം മേളം ചിരിച്ചു. അങ്ങനെ കുഴപ്പമില്ലാണ്ട് നല്ല സംസാരിച്ച് ഇവിടം വരെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മേഡം ആയിരുന്നു. അങ്ങനെ 290 റുപ്പീസ്. താങ്ക് യു. ഫസ്റ്റ് ട്രിപ്പ് ക്ലോസ്ഡ്. ഊബർ കൊണ്ട് മാത്രം നമ്മുടെ പരിപാടി നടക്കാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഓല
വല്ല ആപ്പും കൂടി ഒന്ന് ഓണാക്കി ഇട്ടേക്കാം. ഊബർ നമുക്കിപ്പോൾ നല്ല രീതിയിൽ സീനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഊബർ ഭയങ്കര ഷോക്കാണ് ഇപ്പോൾ. നമുക്ക് ട്രിപ്പ് തന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ട്രിപ്പ് തന്നില്ല എന്ന് തന്നെ പറയണം. ഇത്രയും ദിവസം ഞാൻ കറക്റ്റായിട്ട് ഊബറാണ് ഓടിക്കൊണ്ടിരുന്നത് വെച്ചത്. പക്ഷേ ഊബർ നമുക്കിട്ട് പണി തരാൻ തുടങ്ങിയിരിക്കുന്നു. സൈഡിൽ ഓണാക്കിയിട്ടുണ്ട്. എല്ലാം കൂടി ഓണാക്കിയിടാത്ത വേറെ ഒന്നും കൊണ്ടല്ല, ഫോൺ നല്ല രീതിയിൽ ഹീറ്റാവും. അതാ പിന്നെ എല്ലാം കൂടി ഓണാക്കിയിടാത്തത്. നമുക്ക് ഇന്ന് മാക്സിമം ഒരു 10 ട്രിപ്പ് എടുക്കാനുള്ള പരിപാടിയാണ്ടാ. ഇന്നൊരു 10 ട്രിപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടേ നേരെ വീട്ടിൽ കയറുള്ളൂ. സോ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് ട്രിപ്പ് ആരുടെയാണ് നമുക്ക് നോക്കാട്ടോ. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വന്നിട്ട് 20 മിനിറ്റ് ആയിട്ടാ. ഓലയിൽ എനിക്കൊരു ട്രിപ്പ് വന്ന്, പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ആക്സെപ്റ്റ് ചെയ്തിട്ട് അനക്കൂല. അത് വന്നിട്ട് നീങ്ങി ഇങ്ങനെ ഒരു ട്രിപ്പ് എൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ പോകണത് ഞാൻ കണ്ടിട്ടാ. ആക്സെപ്റ്റ് ചെയ്തില്ല. ആക്സെപ്റ്റ് ചെയ്തിട്ട് അനങ്ങണില്ല. ഡിസ്പ്ലേ പ്രോബ്ലം ഒന്നുമില്ല, ബാക്കി എല്ലാം ടച്ചാണ്ട്. വേണ്ട അല്ല, കണ്ടോടാ എന്ത് ആക്സെപ്റ്റിങ്. കിട്ടി, ഒരെണ്ണം കിട്ടി. എന്താ ബോൾ ഗാർഡിലേക്ക് കണ്ടോ വേണ്ട. അപ്പോൾ സെക്കൻഡ് ട്രിപ്പ് നമ്മൾ കിട്ടിയിരിക്കുന്നു. ഇത്ര നേരം ഞാൻ നോക്കിയിട്ട് കിട്ടാനുണ്ടായിരുന്നില്ല. രണ്ടാമത് വന്ന്, കാരണം ഈ അടുത്ത് ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കാം. കിലോമീറ്റർ ഇപ്പുറത്തുനിന്ന് കാണിക്കണത്. റോട്ടിൽ കൂടി കറങ്ങിപ്പോകാനൊക്കെ കാണിക്കണത്. ഇതിലേക്ക് കൂടി ഷോർട്ട് കട്ടൊക്കെ ഉണ്ട്. ഷോർട്ട് കട്ട് കൂടി കയറി അങ്ങോട്ട് പോയാൽ പോരെ. വെറുതെ ഇത്രയും കറങ്ങിയൊക്കെ പോകേണ്ട വല്ല കാര്യമുണ്ടോ? മാപ്പിൽ പലപ്പോഴും ഇങ്ങനെ കറക്കിയാൽ കാണിക്കുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന വഴി, ഉള്ളുവഴിയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് കൂടി കയറി പോകണമായിരിക്കും. നല്ല കണ്ടോ, ഒറ്റടിക്ക് കുറഞ്ഞു. 2 കിലോമീറ്റർ മാറി ഇപ്പോൾ 1.6 കിലോമീറ്ററായി. ഇനി ഇത് ഇങ്ങനെയും കൂടി പോയി കഴിഞ്ഞാൽ അതൊന്നും കൂടി വെട്ടിച്ചുടിക്കാൻ പറ്റും നമുക്ക്. അതോടാ 850 മീറ്ററായി. ഇപ്പം ഒറ്റടിക്ക് പറഞ്ഞാണ്ടാ 3 മിനിറ്റ്. അടുത്ത ഒരു ലെഫ്റ്റും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനും എത്തി. ഈ മാപ്പ് ഇട്ട് വെറുതെ കറക്കണേണ് നമ്മളായിട്ട്. ഒരു കാര്യമില്ലാണ്ട് ഒരു കാര്യമില്ല. സുഖമുള്ള വഴി കാണിച്ചാൽ അതില്ല. കസ്റ്റമർ എടുക്കട്ടെ കൈസ്, എന്നിട്ട് ബാക്കി കാണാടാ. കൈസ്, ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഒരു സാറായിരുന്നു കേട്ടാ. സാറ് ഹയാത്തിലേക്കായിരുന്നു. ഹയാത്തിൽ കൊണ്ട് ഡ്രോപ്പ് അടിച്ചു. 170 റുപ്പീസാണ്ടാ. ജസ്റ്റ് 4 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ. 170 രൂപ കിട്ടി. പുള്ളി ഇവിടെയുള്ളതല്ല, പുള്ളി മുംബൈയിലുള്ളതാണ്. പുള്ളി അപ്പം എന്നോട് ചോദിച്ച് തിരിച്ചു പോകുമ്പോൾ ഇവിടെ നിന്ന് ക്യാബ് കിട്ടോ, ഈ സ്ഥലം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ ക്യാബ് ഇഷ്ടം പോലെ ഉണ്ട്, ഡോണ്ട് വറി എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തെ കരയിൽ നിന്ന് വരുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടിടാ. നല്ലൊരു കസ്റ്റമർ ആയിരുന്നു. പുള്ളി സ്മോക്ക് ചെയ്തിട്ടാണ് കയറിയത്. അപ്പോൾ വണ്ടിയിൽ ഭയങ്കര സഫോക്കേഷൻ ഉണ്ട്. നമുക്ക് തുറന്നിട്ടേക്കാം. ഭയങ്കര സ്മെല്ലാണ്. ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും മാറ്റിയിടാം ഗൈസ്, അതാ നല്ലത്. ഈ സൈഡിൽ ഇഷ്ടം പോലെ വണ്ടികൾ നടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ വണ്ടികൾ നടക്കുന്നുണ്ട്. നമുക്കിനി നേരെ ഒരു കടവന്ത്ര ഡ്രോപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ CNG തീർന്നിരിക്കുകയാണ് ഗൈസ്. കണ്ടാ CNG കണ്ടാ, 2 കട്ടേ ഉള്ളൂ. സോ നമുക്കൊരു കടവന്ത്ര ഡ്രോപ്പ് എന്തായാലും ഇനി നമുക്ക് വേണം. നൈസായിട്ട് അവിടെ പോയി ഒന്ന് യൂറിനേറ്റ് ചെയ്തിട്ട് വരാം. ഇവിടെ ഒരു വെൽക്കം ഡെലിഗേറ്റ്സ് എന്ന് എഴുതിച്ചാണ്ടാ. ഈ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാ സാറ് വന്നത്. ഈ പരിപാടി പക്ഷേ കഴിയുമ്പോൾ വൈകിട്ടാവുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. വൈകിട്ടാകുമ്പോൾ എന്തായാലും നല്ലൊരു ഓട്ടം കിട്ടാൻ ചാൻസ് ഉണ്ട് എയർപോർട്ടിലോട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. ഈ പരിപാടി നടക്കണോണ്ട് കേട്ടോ. സോ നമുക്ക് എന്തായാലും ഇപ്പോൾ പോസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ട്രിപ്പ് വന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. അത് നമുക്ക് CNG ഉള്ള സ്ഥലത്തേക്ക് തന്നെ ആയിരിക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഗൈസ്, ഞാനൊരു 3/4 മണിക്കൂറോളം ഇവിടെ നിന്നിട്ടാ ഈ ബോൾഗാട്ടി പാലസിൻ്റെ അവിടെ. ഒരു രക്ഷയില്ല, നമുക്കൊരു ട്രിപ്പ് കിട്ടണില്ലടാ. കുറേ വണ്ടികൾ വന്ന് ഇപ്പോൾ ഈ ഏരിയ ഫുള്ള് വണ്ടികളാണ്. ഈ വെയിലത്ത് നിന്നിട്ടേ എനിക്ക് ആകെ ഒരു ഡെങ്ങേറ് പിടിച്ചിട്ട് ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ എന്ത് ചൂടാണെന്നറിയോ, ഒരു രക്ഷയില്ലാതെ. ഇവിടെ ഞാൻ ഇവിടെ നിന്ന് നൈസായിട്ട് ചലിക്കട്ടെ. ഇപ്പോൾ 11:18 ഒരു 5 മിനിറ്റും കൂടി നോക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാട്ടാ. വേർത്ത് കുളിച്ച് കഴിച്ച് ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ, ഒടുക്കത്തെ ചൂടായിരുന്നു, ഒടുക്കത്തെ ചൂട്.
കൂളാട്ടെ. ഒരു ട്രിപ്പ് തരൂ ഊബർ, ഒരു ട്രിപ്പ് തരൂ. ചമ്മു ഇവിടെയൊക്കെ പഴുത്തിട്ടാ, ചൂടായിട്ട് ഇവിടെയൊക്കെ പൊള്ളണം. അയ്യോ ഡിസ്പ്ലേ ഒക്കെ വെറുതെ ചൂടിട്ടാ. അരമണിക്കൂറും കഴിഞ്ഞ് 3/4 മണിക്കൂറും കഴിഞ്ഞ് ഇപ്പോൾ 1.5 മണിക്കൂറായിട്ട് ഗൈസ്. 11:51 ഞാൻ വന്നിട്ട്. ഇനി രക്ഷയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ ഇവിടെ നിന്ന് സ്കൂട്ടാണ്. വെറുതെ അവിടെ ഒരു 2 മണിക്കൂറിനടുത്ത് കിടന്നു. 12 മണിയായി ഉണ്ടല്ലോ. ഒരു 1.5 മണിക്കൂറിനടുത്ത് അവിടെ കിടന്നുണ്ടാ. ഒരു ട്രിപ്പ് പോലും കിട്ടിയില്ല. പക്ഷേ ഭയങ്കര വെയിലും കേട്ടോ. എന്ത് വെയിലാണ്, ഒരു രക്ഷയില്ല. ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടായി ഗൈസ്. ഇനി നമുക്ക് മറൈൻ ഡ്രൈവിൻ്റെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു CNG ഇല്ല. ആകെ 2 ഘട്ട CNG ഉള്ളൂ. എവിടെയെങ്കിലും മാറ്റിയിടാം. ഇപ്പുറത്തെ കരയെന്ന് ഇപ്പുറത്തെ കരയിലേക്ക് ഞാൻ മാറ്റിയിടാൻ വേണ്ടി പോണേ. അതല്ലത്. അവിടെ കിടന്ന് എൻ്റെ അമ്മു കുറേ വണ്ടികൾ പോയിട്ടാ. കുറേ വണ്ടികൾ വരുന്നു, പിന്നെയും കിടക്കുന്നു. അരമണിക്കൂർ കഴിയുന്നു, പിന്നെയും പോകുന്നു. ഇതാണ് അവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്. ആകെ 2 ട്രിപ്പാണ് നമുക്ക് കിട്ടിയേക്കണത്. വെരി 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 ശോകം ഗൈസ്. നല്ല തണലുള്ള ഒരു മരത്തിൻ്റെ അടിയിൽ കൊണ്ട് ഞാൻ സമാധിയായി. ഇവിടെ കിടക്കാം ഇനി കുറച്ച് നേരം. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സ്ഥലം. ചോയ്സ് പാർക്ക്, പൊറ്റക്കുഴി റോഡ്. ആ വഴി കൂടി കയറി, ഏതോ ഇടവഴി കൂടി കയറി ഇവിടം വരെ എത്തി ഗൈസ്. ഞാൻ CNG അടിക്കാൻ വേണ്ടി ഇവിടം വരെ കാലിയോടി എത്തിയിട്ടാ. അവിടെ നിന്ന് അടുത്ത് ഗൈസ്. ഇനിയിപ്പോൾ കടവന്തറയെന്ന് ഞാൻ CNG അടിച്ചിട്ട് ബാക്കി നോക്കാം. ഞാനിപ്പോൾ ബാക്കിൽ വന്ന വണ്ടിക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളി പറയണേ വണ്ടി വിൽക്കാൻ വേണ്ടി പോകണമെന്ന്. ഓട്ടോ ഉണ്ടാന്ന് ചോദിച്ചപ്പോൾ. അപ്പോൾ മൊത്തത്തിൽ ശോകമാണ് അവസ്ഥ. ദൈവമേ പെട്ടുപോയാലോ. എനിക്കങ്ങനെ ഹാച്ച് ബാക്കിനാന്ന് തോന്നുന്നു ഇത്തിരി ഓട്ടം കുറഞ്ഞേക്കണേട്ടാ. സെഡാനൊക്കെ ഓട്ടം ഉണ്ടെന്ന് തോന്നുന്നു. ഹാച്ച് ബാക്ക് ഭയങ്കര ശോകമാണ്. വണ്ടികൾ കുറേ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എടുക്കാൻ പോണവരൊക്കെ നല്ലോണം അന്വേഷിച്ചിട്ട് എടുക്കാൻ നോക്കാടാ. പിന്നെ 2-3 കമൻസിൽ ഞാൻ കണ്ടായിരുന്നു, ബ്രോ ചലഞ്ച് വെക്ക് ബ്രോ, ഒരു 100 days ചലഞ്ച് വെക്ക്, 1 lakh rupees ചലഞ്ച് വെക്കുന്നൊക്കെ. ഞാനിപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ ഒരു 10 ട്രിപ്പ് എടുക്കാം. നമുക്കിന്ന് 10 ട്രിപ്പ് എടുത്തിട്ട് നിർത്താമെന്നാണ് ഞാൻ പറഞ്ഞത്. 10 ട്രിപ്പ് ഇവിടെ 3 ട്രിപ്പ് പോലും ഇത്ര നേരം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല. നല്ല 1 മണിയായി. ട്രിപ്പ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. വെറുതെ വണ്ടിയായിട്ട് ഇറങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാലോചിച്ച് നോക്കിയേ. അപ്പോൾ ഈ ചലഞ്ച് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഊബർ ഫീൽഡിൽ ഈ വണ്ടിയായിട്ട് നടപടിയാകാത്ത കേസുണ്ടോ. ട്രിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. ട്രിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചലഞ്ചൊക്കെ ചെയ്യാമായിരുന്നു. ട്രിപ്പില്ല കേസ്. ട്രിപ്പ് മുമ്പത്തെ പോലത്തെ ട്രിപ്പ് ഇപ്പം ഇല്ല. ഓൾറെഡി ഓൺലൈൻ വണ്ടി ഓർഡർ ഹാച്ച് ബാക്ക് ഓർഡർ ആൾക്കാർ കാണണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കമൻ്റ് അടിച്ചേക്ക്. കാരണം ഇതിലേക്ക് ഇറങ്ങാൻ കുറേ പേര് ചോദിക്കണുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണേട്ടാ. നമുക്ക് ഈ ചലഞ്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നൈസായിരിക്കും. നല്ല മൂഡിൽ പോവായിരുന്നു നമുക്ക് ട്രിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ. ട്രിപ്പ് ഇല്ലാത്തതുകൊണ്ട് ട്രിപ്പ് വന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചലഞ്ചൊക്കെ ആക്സെപ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് നടപടിയാകാത്ത കേസാണ് കേസ്. ശോകം നോ ട്രിപ്പ്. ഇപ്പോൾ 11:10 ഞാൻ അവിടെ ഡ്രോപ്പ് അടിച്ചിട്ട് 1 മണിയായി. ഇത്ര നേരമായിട്ട് ഒരു ട്രിപ്പ് പോലെ എനിക്ക് അടിച്ചുള്ള. എൻ്റെ സ്ഥിരം സ്പോട്ടായ നമ്മുടെ പനമ്പള്ളി നഗറിലേക്ക് കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ടുണ്ട് ഗൈസ്. കറക്റ്റ് 1 മണി കേട്ടോ. 12:59:54. അതായത് 1 മണിയാകാറായി. ഇന്നത്തെ ദിവസം വെറുതെ പോസ്റ്റ് ദിവസം ഉണ്ടോ. ഒരു ട്രിപ്പില്ലെന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പില്ല. പക്ഷേ ഇറങ്ങണ ദിവസമൊക്കെ ഇങ്ങനെയായി പോണേണല്ലോ. ഇനി ഇറങ്ങണ ദിവസമല്ല, മൊത്തത്തിൽ ദിവസം ഇങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. പോസ്റ്റ് കുറേ നേരം വണ്ടിയുടെ പുറത്തിറങ്ങി നിന്നു. പിന്നെ വണ്ടിയുടെ ഉള്ളിൽ കയറി നിന്നു. എൻ്റെ അമ്മൂ എവിടെ നിന്നിട്ടും വേർത്ത് കുളിച്ചിരിക്കണേണ്ട, ഒരു രക്ഷയില്ല.
ഓ എൻ്റെ പൊന്നോ, ഇടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു കാറ്റ് വന്നു പോകും, പിന്നെ അങ്ങോട്ട് ഭയങ്കര ചൂടാണ്ട. പിന്നെ അങ്ങോട്ട് ചൂട് കൂടാൻ വേണ്ടി പോണേ നമുക്ക് സൺഫിലിം എന്തായാലും ഒട്ടിക്കേണ്ടി വരും. ഞാനിപ്പോൾ ഒട്ടിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഈ ഗോപ്രോയിൽ എടുക്കണോണ്ട് ഈ വിഷ്വൽസിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് എന്തെങ്കിലും വരുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത്ര കാര്യമൊക്കെ എടുക്കാനത്. പിന്നെ ഇനി ഒട്ടിച്ചിട്ടും കാര്യമില്ലല്ലോ, നമുക്ക് ട്രിപ്പില്ല. ഇപ്പോൾ 11 മണിക്ക് വന്നാൽ ഞാൻ അപ്പോൾ അതായത് 10:45 ലാസ്റ്റ് ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തതാണ്. ഇപ്പോൾ 1:15 ഇതുവരെ ഒരു ട്രിപ്പ് അടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വണ്ടി കയറി കുറച്ച് നേരം AC ഓണാക്കി, ഫോണിൻ്റെ ചാർജ് വരെ തീർന്നു പോയി. അതായത് 50% നെറ്റും തീർന്നു ഇത്ര നേരം ഓണാക്കിയിട്ട്. എപ്പടാ ഒരു ട്രിപ്പ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ, ആകെ കിട്ടിയേക്കണ പോലെയും ഊബറിൽ ഒരേ ട്രിപ്പ് വെച്ച്, അത് 150-210 ഒരു ട്രിപ്പ്. സമയം 1 മണി, 9 മണിക്ക് ഇറങ്ങിയേക്കണേണ്ട 1 മണി. എത്ര ട്രിപ്പ് നമ്മൾ കവർ ചെയ്യേണ്ടതാണ് സീസൺ ടൈം ആയിരുന്നെങ്കിൽ. ഇപ്പം നോക്കിയാൽ വെറുതെ വണ്ടികളൊക്കെ എല്ലായിടത്തും കാലി കിടക്കണതാണ്. എനിക്ക് എന്തോരം വണ്ടികളാണ് ഞാൻ കണ്ടതെന്ന് അറിയാം. ഒരു ട്രിപ്പില്ലെന്ന് പറഞ്ഞാൽ ട്രിപ്പില്ലടാ. 2 മണി വരെ ഞാൻ നോക്കും, 2 മണി വരെ നോക്കിയിട്ട് ട്രിപ്പില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ് ഈ ട്രിപ്പിലെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ 2 മണി വരെ നോക്കും. 2 മണിക്ക് ഞാൻ നേരെ വീട്ടിലേക്ക് കയറോടാ. വീട്ടിൽ കയറിയിട്ട് അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇത് നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. ഈ ടാക്സി ക്യാബ് നോക്കി നിന്നിട്ട്, ഓൺലൈൻ ടാക്സി ക്യാബ് നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. സോ അടുത്ത പരിപാടി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ സീനാവും. അടുത്ത പരിപാടി പിടിക്കേണ്ടി വരും. സൈഡായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡ് പക്ക ഫ്ലോപ്പ് ഉണ്ടാകും. 2 മണി വരെ ഞാൻ നോക്കും. എന്തായാലും 2 മണി ഇരിക്കാം. എന്തായാലും ഇത്ര നേരം എന്തായാലും ഇരുന്ന് ഇപ്പോൾ 1:15. ഒരു ട്രിപ്പ് കിട്ടിയാൽ മതി. ഞാൻ എവിടെ തൊട്ടൊക്കെയാണ് കാലോടി അവിടെ ഇവിടെയൊക്കെ വന്നത്. ഒരു ട്രിപ്പ് വന്നിട്ട് എനിക്ക് കിട്ടണമെന്ന് പറയുമ്പോൾ നമ്മുടെ ടർബോ പള്ളിമുക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ അങ്ങോട്ടെല്ലാം പറഞ്ഞു ഫുഡ് കഴിക്കാൻ. അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് നോക്കാം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റ് അടിച്ച് തന്നിട്ടൊരു കാര്യമില്ല. വെയിലത്ത് നിന്നടേ നമുക്ക് ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ വെറുതെ വള്ളിയാവും. ഭയങ്കര ചൂടാണ്. എൻ്റെ അമ്മ കാറിലിരിക്കാൻ പറ്റില്ല, പുറത്തിറങ്ങുന്ന അതിൻ്റെ അപ്പുറം. ഇനി അടുത്ത മാസമൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടായിക്കോട്ടെ, ഒരു രക്ഷയില്ലാത്ത ചൂടായിരിക്കും. ഗൈസ് ഇവിടെ കയറി നൈസായിട്ട് ഫുഡ് അടിച്ചിട്ട് വരാടാ. ഗൈസ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കിട്ടി ഗൈസ്. നമ്മുടെ ടർബോന്റെ കമ്പനിക്കാരാണ്, നമ്മുടെ അനിയനാണ് ക്ലിന്റൺ. റെക്കോർഡാണ് ഇതൊക്കെ, ജസ്റ്റ് തൊട്ടാ റെക്കോർഡാണ് പറയണ്ടേന്നൊക്കെ. ഗൈസ് അപ്പൊ ഞാൻ ഫുഡൊക്കെ കഴിച്ച്. അപ്പൊ ടാറ്റ ഷൈവി ടർബോ, ടാറ്റ പോണണ്ട, ബൈ. ഗൈസ് അപ്പൊ നമുക്കിനി ഓണാക്കി അടുത്ത പണി വേണ്ടി നോക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഫുഡ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഉഷാറ് വന്നിട്ടാ. ഇത്ര നേരം ട്രിപ്പില്ലാതിരുന്ന ആ സങ്കടമൊക്കെ പോയി. ഒരു കുഴിമന്തി കഴിച്ചപ്പോൾ, കുഴിമന്തി അല്ല അൽഫാം മന്തി. ഓക്കെ, ഇനി നമുക്ക് തണലത്ത് പോയി കിടന്ന് ഉറങ്ങാം. അവന്മാരെ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി വന്നതാണ്, ടർബോ മൊബൈൽസിലേക്കുള്ള സ്റ്റോക്ക്. 2 മണിക്ക് ഞാൻ നിർത്താൻ വേണ്ടി നിർദ്ദേശമാണ്. പക്ഷേ എന്തുകൊണ്ട് നീ 2 മണിക്ക് നിർത്തിയില്ല അല്ലേ? കാരണം ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ട്രിപ്പ് എനിക്ക് വന്നു. ജസ്റ്റ് പോണേക്കരയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ട്രിപ്പ് വന്ന് എനിക്ക് മനസ്സിലായ. നമ്മൾ നിർത്തി പോരുത് പെട്ടെന്ന്. ഇനി എപ്പോൾ വരുമോയെന്നറിയില്ല. ഇനി ചിലപ്പോൾ ഒരു 6 മണിക്കൊക്കെ വരുമായിരിക്കും, നോക്കാം. 2:24 ഞാനിപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് അറിയാലോ എത്രത്തോളം ട്രിപ്പ് ഒരു ദിവസം കിട്ടണമെന്ന്. ഭയങ്കര ഷോക്കോട്ടോ. ആകെ 2 ട്രിപ്പാണ് ഈ 2 മണി വരെ 9 മണിക്ക് ഇറങ്ങിയതിൽ ഞാൻ ഓടിയേക്കണത്. ടർബോനൊപ്പം കയറി ഒരു ഫുഡും കഴിച്ച് ഞാൻ നേരെ ഇവിടെ വന്നേക്കണത്, മറ്റേ സ്ട്രീറ്റ് സ്കേപ്പിൽ. അതായത് നമ്മുടെ പണമ്പള്ളി നഗർ കടവന്ത്ര നടുക്ക്, അതിൻ്റെ നടുക്കായിട്ട് നിൽക്കണുണ്ട്. ജൽവായു വിഹാറിൻ്റെ സൈഡായിട്ട് ഞാൻ കൊണ്ട് നിൽക്കാനുണ്ട് കേട്ടോ. കൈസ് അങ്ങനെ ആറ്റുനോറ്റിരുന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നോർത്ത് പറവൂരിലേക്ക് അടിച്ചേക്കണം കേട്ടോ. 430 കാണിച്ചിട്ടുണ്ട്. നമുക്ക് അതങ്ങോട്ട് ഡ്രോപ്പ് ഇട്ട് കൊടുക്കാം. എന്തായാലും ഈ ഏരിയയിൽ എവിടെയാണ് കേട്ടോ നിൽക്കണത്. ആ ഗൈസ് കസ്റ്റമർ അവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ പോയി പിക്ക് ചെയ്യട്ടെ കേട്ടോ.
what to do when you put bindi on you as you enter. നല്ലൊരു മേട വരുന്നേട്ടാ. ഇപ്പോൾ നമ്മൾ പറവൂരെത്തി ഒറ്റടിക്ക് 628 റുപ്പീസ് ആയിട്ടാ. അതായത് ഈ മേഡം 600 റുപ്പീസ് തന്നു. ഊബർ അതിൽ നിന്ന് 200 രൂപ പിടിച്ചിട്ട് എനിക്ക് 400 തന്നു. 200 ഒറ്റടിക്ക് പിടിച്ചു ഊബറേ കൊള്ളാടാ. ഇത്ര ഓടി വന്നിട്ട് തിരിച്ചൊരു ട്രിപ്പ് മര്യാദക്ക് തന്നു. ഇങ്ങനെ അവിടെ ഇട്ടേ വളക്കാൻ പറ്റില്ല, അവിടെ ചെടിച്ചെട്ടി കറക്റ്റ് ലോക്കാണ്. നേരെ വേക്കടിച്ച് ഒന്നും നോക്കിയില്ല. ഇടയ്ക്ക് റിവേഴ്സ് ഗിയറൊക്കെ പ്രവർത്തിപ്പിക്കണം. നല്ല മേടം വരുന്നേടാ. അമ്മയുടെ എൻ്റെ അടുത്ത് പറയണേ എന്താണ് ബാംഗ്ലൂർ വന്നിട്ടുണ്ടോ, ബാംഗ്ലൂർ വന്നൊന്ന് ഊബർ ഓടിച്ച് പോകാൻ. ഞാൻ ചോദിച്ചാൽ അതെന്താന്ന് ചോദിച്ചപ്പോ എനിക്കറിയാം ഇങ്ങനെ പറയാവണേന്ന് ബ്ലോക്ക് ഉണ്ടാവുന്നു. കാരണം നമ്മുടെ സബ്സ്ക്രൈബർമാർ കുറേ പേര് പറയാറുണ്ട് ഊബർ നല്ല ബ്ലോക്കാണ്. എൻ്റെ പൊന്നു മോനെ അവിടെ ചെന്ന് ഊബറൊക്കെ ഓടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മോനെ ഒരിക്കലും ബാംഗ്ലൂരേക്ക് വരൂലെന്നൊക്കെ പറയണത്. ഇത് സ്വർഗമാണെന്നൊക്കെ പറയണത്. ഭയങ്കര സീനാണെന്ന് പറയണത്. ഭയങ്കര ട്രാഫിക്കാണ്. പുള്ളിക്കാരത്തിക്ക് ഇപ്പം വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട്, മനസ്സിലായ? പുള്ളിക്കാരത്തിൻ്റെ വിചാരം ബാംഗ്ലൂർ പോലെ തന്നെയാണ് എറണാകുളം, ഭയങ്കര ട്രാഫിക്കാണെന്ന് പേടിച്ചിട്ടാണ് പുള്ളിക്കാരത്തി ഇങ്ങോട്ട് വന്നതെന്ന്, ഇത്ര നേരത്തെ വന്നതെന്ന്. എന്തായാലും നല്ലൊരു മേടം വരുന്നില്ല, നല്ല സംസാരപ്രിയനാണ്. പക്ഷേ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചില്ലട്ടാ. ആദ്യമൊക്കെ മിണ്ടാണ്ടിരുന്ന്, കാരണം പുള്ളിക്കാരത്തി ഭയങ്കര ഒരു ഫോണിൽ ഭയങ്കര ടോക്കിംഗ് ആയിരുന്നു. പിന്നീട് എൻ്റെ അടുത്ത് നമ്മൾ എത്താറായോ എന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് ആ ടൈം മുതൽ ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. നല്ല പ്രായമുള്ള, അത്യാവശ്യം പ്രായമുണ്ട് കേട്ടോ, പ്രായമുള്ളൊരു മേഡം വരുന്നു. ദൈവമേ കുഴിയാണോ? അത്യാവശ്യം പ്രായം എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ അമ്മയുടെയൊക്കെ പ്രായം. അങ്ങനെ എവിടെ ഒതുക്കിയിടും നമ്മൾ? ഇനിയൊരു ട്രിപ്പ് കിട്ടോ ഈ ഏരിയ എന്നൊക്കെ? പറവൂരാണിത്. ഇവിടെ കിടക്കട്ടെ. ലെറ്റ്സ് പോസ്റ്റ് ഹിയർ. പാലം പണിയണതിൻ്റെ അടിയിലാണ് ഞാൻ കൊണ്ടുവന്ന് ഇട്ടേക്കണത്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ എരമല്ലൂർ സൈഡിൽ നിന്ന് ഒരു കോൺക്രീറ്റ് പാളി ഇളകി കാറിൻ്റെ മേളിലേക്ക് വീണ ഇത് കണ്ടായിരുന്നു. ദൈവമേ കണ്ട ശനിയാണ്. വീഴോന്ന് ദൈവത്തിനറിയാം. ഇതിൽ വലയൊന്നും കൊടുത്തിട്ടില്ല, നെറ്റൊന്നും കൊടുത്തിട്ടില്ല. എന്ത് സീനാണല്ലേ? ഒരു ബലേനയുടെ പുറകിൽ നിന്ന് നേരെ പാളി വന്ന് വീണിട്ട് ചമ്മന്തി ആയി പോയി. ഷോ എന്തൊരു ആ ചെക്കൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട്. അതൊക്കെ എന്താണ് ഒരു സേഫ്റ്റി ഇല്ലാണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണത്. ദൈവം ഇത് വീഴോ? ഇത് വീഴണമെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ ഗൈസ്. ഫ്രണ്ട്സ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടും നോ രക്ഷ. ഇപ്പോൾ സമയം 5 മണി. 1 മണിക്കൂറിനടുത്തായി ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഐസായിട്ട് കിടന്നൊന്നും ഉറങ്ങിപ്പോയി. പക്ഷേ ട്രിപ്പൊന്നും വന്നില്ല ഗൈസ്. നമുക്ക് അവിടെ ഒരു ചായക്കടയുണ്ട്. ഞാൻ ഈ പെട്രോൾ പമ്പ് കണ്ടപ്പോഴാണ് ഞാൻ ഈ വഴി കൂടിയൊക്കെ എപ്പോഴും പോകാറില്ല. അവിടെ ഒരു ചായക്കട ഉണ്ട്. ആ ചായക്കടയിൽ പോയിട്ടെ നമുക്കൊരു ചായ കുടിച്ചിരിക്കാം. ഇവിടെ വണ്ടികളൊന്നും കിടക്കാനുള്ള, പക്ഷെ ഇവിടുത്തെ ആൾക്കാരൊന്നും എനിക്ക് വന്നുള്ള ബുക്ക് ചെയ്യാനൊന്നും ട്രിപ്പൊന്നും കിട്ടാനുള്ള. ചായക്കടയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഈ ചായക്കട. സോറി ഗൈസ്, ഇതെല്ലാം അതാണ്. ഇവിടെ നിന്നൊരു ചായ കുടിച്ചിരിക്കാം ഗൈസ്. അവിടെ ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ട്രിപ്പ് അടിച്ചിട്ടാ 429 റുപ്പീസ് തന്നെ നേരെ ഇൻഫോ പാർക്കിലേക്ക്. കറക്റ്റ് ആക്സെപ്റ്റ് ചെയ്തപ്പോൾ തന്നെ അനദർ ഡ്രൈവർ മാച്ച് എന്ന് പറഞ്ഞ് റഡാർ ട്രിപ്പ് അടിച്ചത്. പക്ഷേ ഞാൻ ലാഗൊന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ ഫോൺ കയ്യിൽ തന്നെ വെച്ചേച്ചു. എനിക്കറിയായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അത്
തൊട്ടടുത്ത് വണ്ടി കിടക്കണുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ പോയി. ഇവിടെ തന്നെ നിൽക്കാൻ നമുക്ക് കിട്ടുമായിരിക്കും. വേറൊരു വണ്ടിയും കൂടി വന്ന് നിർത്തിയിട്ടുണ്ട് ചായക്കടയിൽ. അങ്ങനെ കാത്തു നിന്നതിനപ്പുറം 5:43 ഇത്ര നേരം പോസ്റ്റ് അടിച്ചാൽ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടാ കളമശ്ശേരിയിലേക്ക്. 300 rupees ആണ്ടാ. 300 rupees കാണിച്ചത്. ഇനി അവിടെ എത്തുമ്പോൾ ഊബർ ചതിക്കാൻ ചാൻസ് ഉണ്ട്. ചില സമയത്ത് ഊബർ ചതിക്കാറുണ്ട്. അത്ര രൂപയൊന്നും തരൂല. നമ്മളെ കാണിച്ച് കൊതിപ്പിക്കുന്ന റേറ്റ് ഒന്നും ഊബർ തരില്ല കേട്ടാ. നേരത്തെ ഒരു ഇൻഫോ പാർക്ക് അടിച്ചായിരുന്നു, അത് 439 രൂപ. പക്ഷെ അത് എടുത്തപ്പോൾ തന്നെ വേറെ ആൾക്കാർ കൊണ്ടുപോയി. ഈ ട്രിപ്പ് ഇനി കിട്ടുമോയെന്നറിയില്ല. കുറേ നേരം നിന്നതിന് ശേഷമുണ്ട് ഈ ട്രിപ്പ് കിട്ടിയത്. എന്തായാലും മച്ചാനെ, നമ്മുടെ സബ്സ്ക്രൈബർ മച്ചാൻ അവിടെ ഒന്ന് കണ്ടതുകൊണ്ട് ഈ റൂട്ടിലോട്ട് കയറി നിന്ന് അങ്ങനെ ഒരു ട്രിപ്പ് നമുക്ക് കിട്ടിയിട്ടാ. തട്ടാമ്പടിയിൽ നിന്ന് അടിച്ചേക്കണത്. ഇന്നലെയും കൂടി ഇവിടെ വന്നോളൂ. നല്ലൊരു സാറായിരുന്നു കേട്ടോ, വിനോദ് സാർ. നമുക്കൊരു 400 rupees ആണ് ഈ ഒരു ഏണിങ്സ് കിട്ടിയേക്കണത്. ഞാൻ ഇന്ന് കയറിയ കസ്റ്റമർ എടുത്ത് കൂടുതൽ സംസാരിച്ചേക്കണത് ഇപ്പം നമ്മുടെ വിനോദ് സാറിൻ്റെ അടുത്താണ്ട. അപ്പോൾ സാർ എൻ്റെ അടുത്ത് ചോദിച്ച് ഇതുമില്ലാതെ വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടോ ഫെബിൻ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തില്ല. പുള്ളി സബ്സ്ക്രൈബ് ചെയ്ത്. ഞാൻ പറഞ്ഞു ഇന്ന പോലെ കസ്റ്റമേഴ്സിനെ കാണിക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇറങ്ങിയപ്പോൾ ഓൾ ദി ബെസ്റ്റ്, പിന്നെ എപ്പോഴെങ്കിലും കാണാം എന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്. നല്ലൊരു ഉണർവായിരുന്നു കേട്ടാ. അടിപൊളി അടിപൊളി. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര മോട്ടിവേഷനാണ്. നമ്മളെ കസ്റ്റമർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര മോട്ടിവേഷനാണ്. അയ്യോ, കുറേ പേര് സപ്പോർട്ടൊക്കെ ചെയ്യണ കാണുമ്പോഴും കുറേ പേര് കയറിയിട്ട് നല്ല പോസിറ്റീവായിട്ട് നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടുമ്പോഴേക്ക് അയ്യോ ഭയങ്കര സന്തോഷം. എൻ്റെ ലൈഫ് സ്റ്റോറി പകുതി ഞാൻ പുള്ളിനോട് പറഞ്ഞു തീർത്ത് കറക്റ്റ്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടാ, നല്ലൊരു കസ്റ്റമർ ആയിരുന്നു. അപ്പോൾ നമ്മൾ 914 rupees ഒപ്പിച്ചിരിക്കുന്നു. പറവൂരിൽ നിന്ന് മാറി കളമശ്ശേരിയിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബർ മച്ചാനെ താങ്ക് യു. അവിടെ കുറച്ച് നേരം പോസ്റ്റ് അടിച്ച്, എന്നാലും നമുക്കൊരു ട്രിപ്പ് കിട്ടിയിട്ടാ. കാലിയോട് ഞാൻ പോകുന്നില്ല. ഇനി ഇവിടെ എവിടെയെങ്കിലും കിടന്ന് അടുത്ത ട്രിപ്പ് വല്ല കൊച്ചിക്കും കിട്ടണേ കർത്താവേ. ഇപ്പം നമ്മൾ കളമശ്ശേരി ടൗൺ സാന്റോ മോണിക്ക ഇവിടെ നിൽക്കണേണ്ട. നമുക്ക് ഇവിടെ നിൽക്കാം. ഇനി ഇവിടെ സൈഡിലെങ്കിലും എവിടെയെങ്കിലും ഒതുക്കിയിട്ടെ, ആ HMTയുടെ സൈഡിൽ എവിടെയെങ്കിലും ഒതുക്കിയിടാം. നമ്മൾ സ്ഥിരം നിൽക്കണ സ്ഥലമില്ലേ, അവിടെ നിന്ന് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് അടിക്കും. എന്നിട്ട് നേരെ കൊച്ചിയിലേക്ക് പോവാം. ഇവിടെയൊന്നും ഒതുക്കാൻ പറ്റില്ല, ഇവിടെ ഫുള്ള് തിരക്കായിരിക്കും. ഇനി അങ്ങോട്ട് കുറച്ച് നേരം തിരക്കായിരിക്കും. 6:26 തിരക്കിലൂടെ തന്നെ നമുക്ക് ഇനി ട്രാഫിക്കിലൂടെ തന്നെ എന്തായാലും തിരിച്ചു പോകേണ്ടി വരും. എന്തായാലും താങ്ക് യു സോ മച്ച് സാർ. എന്നാൽ സാറ് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്, നമ്മുടെ വിനോദ് സാറ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കളമശ്ശേരിയിൽ മഹേന്ദ്രയുടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടാണ്. ബിസ്മി കഴിഞ്ഞ വീഡിയോയിലും ബിസ്മിയുടെ ഫ്രണ്ടിലായിരുന്നു ആയിട്ട്. അവിടെ ഒരു ഫ്ലാറ്റ് കണ്ടോ, ഫുള്ള് ചെടികളും വള്ളിച്ചെടികളും എല്ലാം നിറഞ്ഞിരിക്കണം. എൻ്റെ അമ്മ എന്ത് രസമല്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ താമസിക്കാൻ. അയ്യോ പൊളിയായിരിക്കും. കൈസ് ഒരു ട്രിപ്പ് അടിച്ചിട്ടാ. ഒലയിലാണ് അടിച്ചാണ്, ഊബറിലല്ല. ഒലയിൽ ഇപ്പോൾ 2ാമത്തെ ട്രിപ്പാണ് അടിക്കണത്. യൂട്ടേൺ അടിച്ച് പോകണമെന്നാണ് ഒലയില പറയണ കേട്ടാ. ഇൻഫോ പാർക്കിലേക്കാണ് അടിച്ചാണ്, ഇൻഫോ പാർക്ക്. സോ ലെറ്റ്സ് ഗോ. ക്യാമറ ഒന്ന് അടിച്ചുകൊണ്ട് ഗൈസ്. വിളിക്കണുണ്ട് കേട്ടാ ഗൈസ്. എനിക്ക് ട്രിപ്പ് അടിച്ചേക്കണ സ്ഥലം കണ്ട, ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നില്ലേ ആ ചെടികളുള്ള സ്ഥലം. കറക്റ്റ് ആ സ്ഥലത്ത് തന്നെ കേട്ടാ ക്ലൈൻറ്റ് ലൊക്കേഷൻ ഇട്ടേക്കണത്. കറക്റ്റ് ആ ബിസ്മിയുടെ ഓപ്പോസിറ്റ് യൂട്ടേൺ എടുത്ത് വരാൻ പറയാം. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നീക്കിയിട്ട്, കാരണം ഒരാൾ മദ്യപിച്ചിട്ട് വന്നിട്ടില്ലേ വണ്ടിക്കിട്ടൊക്കെ അടിക്കണമായിരുന്നു ഇവിടെ വന്നിട്ട്. അവിടെ ഗസ്റ്റ് വന്നിട്ട് ബാക്കി കഥ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. ഒരു ഹിന്ദിക്കാരനാണ് ഗൈസ്. പുള്ളി എന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കണം ഗൈസ്. ഞാൻ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം, പുള്ളി സമ്മതിക്കള്ള ഗൈസ്. ഈ ഹോട്ടലിലേക്ക് കണ്ടോ ആ കസ്റ്റമർ വന്ന് ഇറക്കി കൊടുത്ത്. നോവോട്ടർ ക്യാഷ് കളക്റ്റഡ്, വെൽ ബിഹേവ്ഡ് കസ്റ്റമർ സബ്മിറ്റ്. ഓക്കെ, എങ്ങോട്ടാ? ആലുവയിലേക്ക് വേണ്ട, നമുക്ക് കൊച്ചിയിലേക്ക് പോവാം.
നമ്മുടെ ഊബറൊക്കെ ഒന്ന് ഓണാക്കിയിട്ടേ. ഞാനേ ഈ ട്രിപ്പ് എടുത്തപ്പോൾ എല്ലാം അങ്ങോട്ട് ഓഫാക്കിയായിരുന്നു. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല ട്രിപ്പ് അടിക്കണമായിരുന്നു. നമുക്ക് ആടാ ഇതെങ്ങോട്ടാണ് എച്ചിമുക്ക ആക്കനാട് തന്നെയാണ്. ഇതതിൻ്റെ ഉള്ളിലോട്ടാണ്. നമുക്കേ മാക്സിമം നമ്മുടെ കൊച്ചിയിലേക്കുള്ള ട്രിപ്പ് എടുത്തിട്ട് പോകാം. കാരണം ഇവിടെ വണ്ടി ഷോർട്ടാണ്, ഈ സമയത്ത് ഷോർട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മുതലാക്കണം ഊബറിന. അരിയാക്ക് കൊച്ചിയിലേക്ക് ഒരു ട്രിപ്പ് തരൂ ഊബർ. ഇപ്പോൾ ഈ സമയത്തൊക്കെ ഇവിടെ പിള്ളേരല്ല വർക്കേഴ്സ് പണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങണ സമയമായിരിക്കും. ചുമ്മാ ഒന്ന് കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടുള്ള ട്രിപ്പ് കിട്ടും എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടാ. കാരണം എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ട്. കൊച്ചിയിലേക്ക് ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് കയറിക്കോ. വണ്ടി കൊച്ചിയിലേക്കാണ്. അങ്ങോട്ടാണ് നോർത്ത് കളമശ്ശേരി. ഇപ്പം ഞാൻ അവിടെ നിന്നല്ലേ മോനെ വന്നത്, ഇനി അങ്ങോട്ടില്ല. അതങ്ങോട്ടാണ് ആലുവയിലേക്കില്ല പറഞ്ഞില്ലേ. ഈ സൈഡിൽ നിന്ന് അടിയായിരിക്കും. നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. കൊച്ചിയിലേക്ക് ആരെങ്കിലും ഉണ്ടോ? കൊച്ചി, ഷെണായിസ്, ആ ഭാഗത്തോട്ട് പത്മ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. അല്ലാതെ വെറുതെ സമയം കളയാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പറയൂ പെട്ടെന്ന് പറയൂ. വരട്ടെ മോനെ, പോകുന്നോട്ടെ ഇങ്ങോട്ട്. ആയിട്ടങ്ങ് അടിച്ചിട്ട് പോരാ ഇങ്ങോട്ട്. വണ്ടിയില്ല. വണ്ടികൾ ഇവിടെ കുറവാണ്. അതെങ്ങോട്ടെ? ഇൻഫോ പാർക്ക് ക്യാമ്പസിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് തന്നെ. ആളെ പറഞ്ഞ് പൊട്ടനാക്കല്ലേ. വീടിന് അങ്ങോട്ടുള്ള ഓട്ടം തരൂ. എവിടെ ഊബറിന്റെ കാണാനില്ല. ഊബർ 364 പെരിയ നഗറ. അതെങ്ങോട്ടാണ്? ആലുവയിലേക്കില്ല. കൊച്ചിയിലേക്കാ. പെരിയാർ നഗർ ഉണ്ട. പെരിയാർ നഗറല്ല, ഇത് നമ്മുടെ ആലുവ സൈഡായിരിക്കും. നോ ഇനി അവിടെ നിന്ന് ഞാൻ കാലുപടി ഇട്ടേണ്ടി വരും. പെട്ടെന്ന് തരൂ. കൊച്ചിയിലേക്ക് തരൂ. മതിയായി. രാവിലെ ഇറങ്ങിയതാണ്. കൊച്ചിയിലേക്ക് ഒരു ഓട്ടം തന്നിട്ട് ഇവിടെ നിന്ന് നെക്കണം. ഞാൻ എല്ലാവരും പോയി ദൈവമേ പോയി തീർന്ന. എങ്ങോട്ടം ഉണ്ടാവില്ല ഇങ്ങോട്ടം. പള്ളിയാവോ? നാണം കേടാവോ? കമൻറ്റിൽ എല്ലാവരും ചിരിക്കോ? വൈറ്റ്ല സൈഡായാലും മതി. ഓപ്പോസിറ്റ് സൈഡ് പോയിട്ട് വല്ല കാര്യമുണ്ടോ കൈസ്? ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് ട്രിപ്പ് വരാൻ വെയിറ്റ് ചെയ്യാം. വരട്ടെ കൈസ്, വന്നിട്ട് കാണാടാ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അതന്നെ സംഭവിച്ചേക്കണത്. എറണാകുളം നോർത്തിലേക്ക് ഒരു അടി കിട്ടി ഗൈസ്. ബട്ട് ദ പ്രോബ്ലം ഈസ് ഇവിടെ നിന്ന് യൂട്ടേൺ അടിച്ച് പോകണമെന്നൊക്കെയാണ് കാണിക്കണേട്ടാ. എന്തായാലും കുഴപ്പമില്ല. യൂട്ടേൺ അടിക്കും, പോകുന്നു, പിക്ക് ചെയ്യുന്നു. ഗൈസ് അപ്പോൾ ഇതെൻ്റെ ലാസ്റ്റത്തെ ട്രിപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. ഇനി നോർത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരു ഓട്ടം കൂടി കിട്ടിയാൽ നൈസായിരിക്കും. ഇന്ന് ടയേർഡായി. ലാസ്റ്റ് കയറിയ കസ്റ്റമർ നല്ല കസ്റ്റമറാണ്. പുള്ളി ഇന്ന് കയറിയ കസ്റ്റമർ മാക്സിമം എല്ലാം നല്ലവരായിരുന്നു കേട്ടോ. നല്ലോണം സംസാരിച്ച് നല്ലൊരു കസ്റ്റമറായിരുന്നു. ചെന്നൈയിൽ നിന്ന് വന്ന ഒരു പുള്ളിയായിരുന്നേ. ആ പുള്ളി ഗോദ്രേജിൻ്റെ എന്തോ സോണൽ മാനേജർ എന്തൊക്കെയാണ്, എന്തിൻ്റെയൊക്കെയോ ഹെഡാണ്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ചെയ്തിരുന്നത്. എല്ലാവരും ചോദിക്കണം നമ്മുടെ വിശേഷങ്ങളാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇതൊക്കെയാണ്. മനസ്സിലായ? ലവറുണ്ടോ, എത്തുവരെ പഠിച്ചു, ഇവിടെ കാർ ഓടിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി, ഇതൊക്കെ തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇതൊക്കെ തന്നെ. ഒരു 777 എൻ്റെ പുറകെ കിടന്ന് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. പിടിപ്പിച്ചാൽ നമ്മൾ വിട്ടൂല കേട്ടോ. അത് വേറെ ആരും 80 കിലോമീറ്റർ സ്പീഡിലേ നമ്മൾ പോകുള്ളൂ. ആ സ്പീഡിൽ വേറെ ആരെയും വിട്ടേയില്ല ഞാൻ. കണ്ട ഇതാണ് വെച്ചങ്ങോട്ട് തരും, ഇടിച്ചങ്ങോട്ട് കയറ്റിക്കോളാൻ. ബാക്കിൽ 777 കിടന്ന് കളിക്കുന്നത്. പള്ളി പഠിച്ച് കയറി പോവാട്ടോ. വേഗം അതിന് ഏത് ഭ്രാന്തരാണെന്ന്.
എന്നാ പൊക്കോ 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 പൊക്കോ. പോട്ടെ പോട്ടെ, അടുത്തവനുണ്ട്. ആ പൊക്കോ 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 പൊക്കോ, എല്ലാവരും പൊക്കോ. ഹാപ്പി ആയില്ലേ? നമുക്കിത് ആ കാണുന്ന ഫ്ലാറ്റിൽ നിന്ന് ഇവിടെ നിന്ന് വേണ്ട അടി വന്നേക്കണത്. അങ്ങ് ദൂരെ ഇതാ കാണുന്ന ഫ്ലാറ്റിൽ നിന്ന് ഇവിടെ നിന്ന് പോകണം. ഇവിടുത്തെ നേരെ സ്കൂട്ടായില്ലെങ്കിലേ സമയം ഇപ്പം എത്രയെന്ന് അറിയോ? 7:44 ഇപ്പം വെച്ച് പിടിച്ചാലേ നമ്മൾ 10 മണിക്കെങ്കിലും വീട്ടിലെത്തുള്ളൂ. കുറേ നേരം വെറുതെ കിടന്ന് പോസ്റ്റ് അടിച്ചിരുന്നു, അതാണ് പ്രശ്നം. 3-4 മണിക്കൂറെന്ന പോസ്റ്റ്. ഇത് വന്നപ്പോൾ തന്നെ ഊബറിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞേ, നിങ്ങളുടെ വണ്ടി മൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഇപ്പം തന്നെ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു വന്നു. ഞാൻ ഈ ലൊക്കേഷൻ അവിടെ കിടന്ന് ഇങ്ങനെ നോക്കണേ. അപ്പോൾ തന്നെ ഊബറിൽ നിന്നൊരു ഇത്, നിങ്ങൾ വണ്ടി മൂവ് ആവുന്നില്ല, കസ്റ്റമർ ക്യാൻസൽ ആവട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ഏറ്റവും ഇറക്കത്തിലുള്ള ഫ്ലാറ്റുകളാണ്. ബുക്കിംഗ് കണ്ടുകൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുടിയിലോട്ട് പോകും. അമ്മാതിരി സ്ഥലമാണ്. ആ 777 ഇവിടെ കിടന്ന് കളിക്കണം. എൻ്റെ ഫ്രണ്ട് വരാൻ വേണ്ടിയാണ് കിടന്ന് ഇത്ര സീൻ ഉണ്ടാക്കി. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്ടാണ് കണ്ട കണ്ട കണ്ട. ഓ മൈ ഗോഡ്. റെയിൽവേ സ്റ്റേഷനിലാണ്ടോ ഞാൻ വന്നത്. ഈ പോണ മച്ചാനാണ്, ചെന്നൈയിലേക്ക് പോകണം മച്ചാൻ. മച്ചാൻ ചെന്നൈയിലേക്ക് പോകണം. പിന്നെ ഞാൻ പറയില്ല ഗൈസ്, കസ്റ്റമറിനെ ഉഡായിപ്പല്ലേ, ഉഡായിപ്പുകളൊന്നും ഞാൻ തുറന്ന് പറയാറില്ല. എല്ലാം കേൾക്കുന്നവൻ ഞാൻ. കാക്കനാട് വെച്ചിട്ട് കാക്കനാടിന്ന് നോർത്തിലേക്ക് മാപ്പ് കാണിച്ചേക്കണേണ്. എടപ്പള്ളി വഴി കറങ്ങിയാണ് കാണിച്ചേക്കണത് കാക്കനാടിന്ന്. അത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി അവിടെ മറ്റേ മെട്രോയുടെ പണി നടക്കണോണ്ട് ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടി ഗൂഗിൾ മാപ്പ് മനഃപൂർവ്വം എല്ലാ വണ്ടികളും തിരിച്ചു വിടണം. ഞാനെന്ത് ചെയ്തു? ഞാൻ തിരിച്ചു പോയില്ല. ഞാൻ നേരെ തന്നെ ബ്ലോക്കിൽ കിടക്കാന്നുള്ള മൈൻഡിൽ തന്നെ ഇല്ലേ, നേരെ ഒന്ന് പോയി. അപ്പോൾ നോക്കിയപ്പോൾ ഈ ബ്ലോക്കൊന്നുമില്ല, ശാന്തി സമാധാനം, ഒരു സീനുമില്ല. നമുക്കിപ്പോൾ 1242 8:38 അപ്പോൾ പിന്നെ അത്രയൊക്കെ കിട്ടും. 1242 രൂപ കിട്ടിയിട്ടുള്ളൂ. അത്രയൊക്കെ കിട്ടുമെന്ന്, അത്ര കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഒലയിലൊരു 130 ഒരു 200, അപ്പോൾ 300 സംതിങ്. അത്ര നമുക്കിന്ന് ഏൺ ചെയ്യാൻ പറ്റിയുള്ളൂ കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രാവിലെ 9 മണിക്ക് ഇറങ്ങിയാൽ രാത്രി 9 മണി 12 മണിക്കൂർ. ഒരു ട്രിപ്പ് കൊച്ചിയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളായിരുന്നു, പക്ഷെ കിട്ടൂലല്ലോ. ഞാൻ നൈസായിട്ട് പയ്യെ വീട്ടിലോട്ട് കാലിയോടി പോകണേ ഗൈസ്. കൊച്ചിയിലായിട്ട് മാത്രം ട്രിപ്പ് നോക്കിയിരിക്കണ അത് മണ്ടത്തരമാണത്, ഒന്നാതെ ട്രിപ്പില്ല. സോ ഗൈസ്, ഇന്ന് നമ്മൾ ഊബറിൽ 1242 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. ഈ 9 തൊട്ട് 9 മണി 9 തൊട്ട് 9 മണി എന്ന് പറയുമ്പോൾ 12 മണിക്കൂർ. എൻ്റെ അമ്മോ, 12 മണിക്കൂറിൽ അതിൽ ഫുഡ് അടിച്ചത് നോക്കണ്ട. ഫുഡ് ഇപ്പം നമുക്ക് തോന്നണ പോലെ തിന്നണമല്ലോ, ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കണം, അതൊക്കെയാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അതൊന്നും ഞാൻ നോക്കൂല, ഫുഡൊക്കെ അടിച്ച് കയറ്റും. പിന്നെ ഒന്നുമില്ല കേട്ടോ, വെള്ളം കൂടി കുറവാണ്. വെള്ളം ഇനി 4 സ്ഥലത്തും വെള്ളം, അതായത് ഈ ബോട്ടിൽ വെക്കണ സ്ഥലങ്ങളില്ലേ ഡോറിൽ, 4 ലിറ്റർ വെള്ളം ഡെയിലി കൊണ്ടുവരണം. ഞാൻ 1 ലിറ്ററേ കുടിച്ചിട്ടുള്ളൂ ഇന്ന്. പിന്നെ മറ്റേ ഫുഡ് കഴിക്കാൻ കയറിയ സ്ഥലത്ത് നിന്ന് ഒരു 2 ഗ്ലാസ് കുടിച്ച്, അത്രേ ഉള്ളൂ. വെള്ളം കൂടി കുറവാണ്. അപ്പോൾ വെള്ളം നല്ലോണം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ആവും. ഈ നമ്മൾ ഈ AC-ലാണല്ലോ ഫുൾ ടൈം ഇരിക്കണത്, നൈസായിട്ട് ഡ്രൈ അടിക്കുന്നുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, ഇന്ന് ഞാൻ കാലിയോടി വീട്ടിലേക്ക് പോകണേ. അല്ലെങ്കിൽ ഇനി ട്രിപ്പ് കിട്ടണ ചിലപ്പോൾ വല്ല ഗുദാമിലോട്ടൊക്കെ ആയിരിക്കും. എന്നാൽ പറവൂരിലേക്കുള്ള ട്രിപ്പ് കിട്ടി. അവിടെ കാത്ത് നിന്നത് കൊണ്ടാണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയത്. കാത്ത് നിന്നില്ലായിരുന്നെങ്കിൽ കാലിയോടി വന്നിരുന്നെങ്കിൽ നമ്മുടെ CNG തീർന്നാനെ, മനസ്സിലായോ? വള്ളിയായത്. നൈസ് ചായയൊക്കെ കുടിച്ച് ഒരു മുളക് കൊച്ചിയൊക്കെ കഴിച്ച് അവിടെ നിന്ന്.
പിന്നെ നമ്മുടെ ആ സബ്സ്ക്രൈബർ മച്ചാൻ പറഞ്ഞതുകൊണ്ടാണ് ആ റൂട്ടിലോട്ട് കയറിയത്. അതുകൊണ്ട് ഒരു ട്രിപ്പ് 400 അങ്ങനെ സേവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. ഇനി വലിച്ചു നീട്ടി കുളമൊക്കൊന്നുമില്ല. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ്. ആർക്കെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നൈസായിട്ടൊന്ന് സബ്സ്ക്രൈബ് അടിച്ചേക്കണേ മച്ചാൻ വരെ. നമ്മൾ മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഒരു 4-5 മണിക്കൂറോ ഓടിയിട്ടുള്ളൂ ഈ 12 മണിക്കൂറിൽ. അപ്പോൾ മച്ചാൻ വരെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ. വേളാങ്കണ്ണി അമ്മ മാതാവേ കാത്തോളേ.